ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉള്ളത് 2 മത്സരങ്ങളിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിരിക്കുന്ന ഒരു മിടുക്കനായ കൂട്ടുകാരനാണ് ആളെത്തിയിരിക്കുന്നത്. കടന്നപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് ആൾ. കാർട്ടൂൺ രചനയിലും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് പ്രസംഗത്തിലും ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗം പ്രിയപ്പെട്ട കൂട്ടുകാരൻ ദേവദർശ്. യെസ്, സുഖായിരിക്കണോ? മൈക്കിൽ പറ, കേൾക്കട്ടെ. ഹാപ്പിയാണോ? ഹാപ്പി. 2 മത്സരത്തിലാണ് ദേവദർശ് ഇപ്പോൾ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിരിക്കുന്നത്. ഒന്ന് കാർട്ടൂൺ രചന, ഒന്ന് ഇംഗ്ലീഷ് പ്രസംഗം. രണ്ടും ഒരു ബന്ധമില്ലാത്ത 2 മേഖലകൾ അല്ലേ? ആദ്യം നമുക്ക് കാർട്ടൂൺ രചനയെക്കുറിച്ച് പറയാം. ശരി, കാർട്ടൂൺ രചന ഇത് എങ്ങനെയാണ്? ഒരു മത്സരത്തിന്റെ സ്റ്റൈൽ എങ്ങനെയാണ്? എത്ര മിനിറ്റാണ് ഇതിന്റെ സമയം? 2 മണിക്കൂർ വരക്കാൻ വേണ്ടി തരും. 2 മണിക്കൂർ വരക്കാൻ. ശേഷം 2 മണിക്കൂർ വരക്കാൻ തരും. അതിനു മുമ്പ് ടീച്ചേഴ്സ് ഒരു വിഷയം പറയും. ഒരു വിഷയം പറയും. ആ വിഷയം വരക്കുക. ഓക്കെ. അതിൽ ഈ വരക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ചെറിയ ചെറിയ കോമഡി ഡയലോഗുകളൊക്കെ, തഗ് ഡയലോഗുകളൊക്കെ ചേർക്കാൻ പറ്റും. ഇപ്പം ഉൾപ്പെടുത്താം. സീരിയസ് ആവാൻ പാടില്ല, അധികം പാടില്ല എന്ന ഒരു പോയിന്റാണ്. ഓക്കെ. എന്നാലും നമുക്ക് സീരിയസ് ആവാനും പാടില്ല, മറ്റുള്ളൊരു വൾഗർ ആ ഒരു രീതിയിലേക്ക് പോകാനും പാടില്ല അല്ലേ? മെസ്സേജ് എത്തണം. ശരി, മോന് കിട്ടിയിരിക്കുന്ന ആ ഒരു വിഷയം എന്തിനെ കുറിച്ചുള്ളതായിരുന്നു? സിനിമയുടെ പിന്നാമ്പുറങ്ങൾ. യെസ്. ഇനിയിപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലുള്ള ചിലപ്പോഴെങ്കിലും എത്ര പേര് മത്സരിച്ചിട്ടുണ്ടാവും? 15 സബ് ജില്ല, 15 പേര് തന്നെയാണ് വന്നിരിക്കുന്നത്. ശരി, ഈ ഇപ്പൊ അറിയാലോ സിനിമ സംബന്ധമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മോൻ അതിന്റെ അപ്പുറത്തേക്ക് എന്ത് വിഷയമാണ് താങ്കൾ ആ കാർട്ടൂണിൽ കൈകാര്യം ചെയ്തത്? എല്ലാവരും ചിലപ്പോൾ ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളും വിഷയങ്ങളൊക്കെ ആയിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അതിന്റെ അപ്പുറം എന്ത് വിഷയമാണ് തയ്യാറാക്കിയത്? അത് സിനിമയുടെ പിന്നാമ്പുറങ്ങൾ പറയുമ്പോൾ അവരൊരു ടോട്ടൽ വ്യൂ ആണ് നോക്കുന്നത്. ഒരു പൊതുവായിട്ട് ഇതിനെ കുറിച്ചൊന്ന് പറയാം. ഒരു പ്രത്യേക സാധനത്തെ ഫോക്കസ് ചെയ്യുമ്പോൾ അതിനുള്ള കണ്ടന്റ് കുറയും. ശരി. അതുകൊണ്ട് സാധ്യതയില്ല എല്ലാ വിഷയത്തിനും നമുക്ക് 2 മണിക്കൂർ സമയമുണ്ട്, കുറെ സമയം ചിന്തിക്കാൻ കഴിയും. കാർട്ടൂൺ നമുക്ക് പെൻസിൽ പോലെ ഷെയ്ഡൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് കുറെ സമയം ചിന്തിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പൊ ആ സമയം മൊത്തം ഇത്തരത്തില് അവിടെ ഉൾപ്പെടുത്താൻ കഴിയുന്ന കണ്ടന്റിന്റെ കുറെ വൈവിധ്യം ചിന്തിച്ചു വെക്കാൻ കഴിയും. അങ്ങനെ കുറച്ച് കൂടുതൽ കണ്ടന്റ് ഉൾപ്പെടുത്താനും അതിലൂടെ കുറെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും. ശരി, എത്ര മോനിപ്പോ വരച്ചിരിക്കുന്ന കാർട്ടൂണിൽ എത്ര കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്? ഏകദേശം ഒരു 7-8. ഓക്കെ. ഈ ഓരോ കഥാപാത്രത്തിന് സെപ്പറേറ്റ് പേരും കാര്യങ്ങളൊന്നും ഇല്ല. അത് കണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇഷ്ടമാണ്. ഓക്കെ. ഈ വരച്ചിരിക്കുന്നത് ഏതെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കഥാപാത്രങ്ങളാണോ? പർട്ടിക്കുലറായിട്ട് ഫോക്കസ് ചെയ്തിരുന്നില്ല. ഓക്കെ. പൊതുവായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? 2 മണിക്കൂറാണ് സമയം കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും സിനിമയുടെ പിന്നാമ്പുറങ്ങൾ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ് കാർട്ടൂൺ വരക്കുന്നതുമായി ബന്ധപ്പെട്ട് വിഷയം കിട്ടിയത്. അത് വളരെ മനോഹരമായിട്ട് വരച്ചു. നമുക്ക് നേരെ പോകുന്നത് ഇംഗ്ലീഷ് പ്രസംഗം. ഓക്കെ. അതിന് 5 മിനിറ്റാണ്. 5 മിനിറ്റ് സമയം. അതിനെക്കുറിച്ചും ഒരു വിഷയം തരും. അതിന്റെ വിഷയം എന്തായിരുന്നു? അവിടെ വിഷയം ഉണ്ടായത് നമ്മളെ ഇംഗ്ലീഷ് പ്രസംഗത്തിനല്ലേ? ഇംഗ്ലീഷ് പ്രസംഗത്തിന് മീഡിയ ആൻഡ് ദ പവർ ഓഫ് പീപ്പിൾ. ഓക്കെ. മീഡിയ ആൻഡ് പവർ പീപ്പിൾ. പവർ ഓഫ് ദ പീപ്പിൾ. പവർ ഓഫ് ദ പീപ്പിൾ. ഓക്കെ. മീഡിയ ആൻഡ് ദ പവർ ഓഫ് ദ പീപ്പിൾ. അപ്പോൾ മീൻസ് അത് കണക്ട് ചെയ്തിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. കണ്ടന്റ് കറക്റ്റ് ഫോക്കസ് ചെയ്യണം, അതിന് വ്യതിചലിക്കാൻ പാടില്ല. അതിന്റെ ഉള്ളിൽ തന്നെ കളിക്കണം. ഓക്കെ. 5 മിനിറ്റ് സമയം. നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണല്ലോ ഫസ്റ്റ് കിട്ടിയേക്കണത്. ശരി, എല്ലാവർക്കും കിട്ടിയ വിഷയം അത് തന്നെയാണ്. ഓക്കെ. ഇത് മീൻസ് ഈ ഇംഗ്ലീഷ് പ്രസംഗം ഇതെങ്ങനെയാ ഒരു പെട്ടെന്നൊരു പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഒരു വിഷയം തരുമ്പോൾ അപ്പോൾ നന്നായിട്ട് വായിക്കണം, അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ടൊക്കെ അറിയണ്ടേ? വായനാശീലൊക്കെ എങ്ങനെയാണ്? അതെ, പൊതുവായിട്ട് ഒരു വായന വേണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വിഷയത്തെ ബേസ് ആയിട്ട് നമ്മൾ നേരത്തെ പോയിന്റ് ഉണ്ടാക്കിയെങ്കിൽ അവിടുന്ന് ചെറിയ മാറ്റങ്ങളിലെ വിഷയം നമുക്ക് പ്രസംഗിക്കാൻ തരികയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പോയിന്റ് കിട്ടൂല. ഒന്നാമത് ടെൻഷൻ ഉണ്ടാവും എല്ലാവർക്കും തൊട്ടു മുമ്പേ. അതുകൊണ്ട് അവർക്ക് കിട്ടൂല. നമ്മൾ നേരത്തെ തന്നെ നമ്മളെ പൊതുവായിട്ടുള്ള വായന എടുക്കണം. അപ്പോൾ നമ്മൾ നോർമലായിട്ട് വായിക്കുമ്പോൾ മറ്റുള്ളവർ പറയാത്ത പോയിന്റ് കിട്ടും. തീർച്ചയായും. അങ്ങനെ കുറച്ച് യുണീക്കായിട്ട് ചെയ്യാൻ കഴിയണമെങ്കിൽ വായന എണ്ണ വേണം. അല്ലാണ്ട് ഒരു വിഷയം എടുത്തിട്ട് പോയിന്റ് എഴുതുമ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അത് നല്ല വൃത്തി പ്രസന്റ് ചെയ്യാൻ കഴിയുന്നവർക്ക് നല്ലതാണ്. പക്ഷെ അത് ബൈ ഹാർട്ട് പഠിക്കാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നവർക്ക് ഒരു പൊതുവായിട്ട് ചെയ്യാൻ പറ്റും. ഈ കാർട്ടൂൺ എന്ന് പറയുന്നത് എപ്പോഴും കോമിക് സ്റ്റൈലിലേക്ക് പോകുന്നതാണല്ലോ. എപ്പോഴും നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നതും ഇപ്പോൾ ഈ കോമഡി സംഭവങ്ങളാണ്. ഈ തഗ് അതുപോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടോ മോൻ? കോമഡി കണ്ടന്റുകളൊക്കെ എന്തെങ്കിലും തയ്യാറാക്കാറുണ്ടോ വീട്ടിൽ നിന്ന്? കോമഡി കണ്ടന്റ് അല്ല, നമ്മള് സംസാരിക്കുന്ന കോമഡി ഒരു ഇതുണ്ടാവും. അങ്ങനെ കയറി തരുന്ന ഇതില് കാർട്ടൂൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ തഗ്ഗിന്റെ ഒക്കെ വേറെ മുമ്പുള്ള വേർഷൻ. അതാ ഞാൻ ചോദിച്ചത്. അതെ അതിനായിരിക്കും ഇതിലേക്ക് വരാൻ ഇഷ്ടപ്പെട്ടു അല്ലേ? ശരി, വെരി ഗുഡ്. സിനിമയൊക്കെ കാണാറുണ്ടോ? കോമഡി സിനിമകളാണ് കൂടുതൽ, ചിരിക്കാനുള്ള സിനിമകളാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്.
അതും കാണാറുണ്ട്. കാണാറുണ്ട്. ഓക്കെ, സന്തോഷം. അപ്പോൾ എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നല്ല തന്നെ. 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ്സാണ്. നന്നായിട്ട് പഠിക്കേണ്ട സമയമാണ്. ടീച്ചേഴ്സൊക്കെ വന്നോ കൂടെ? നല്ല ഒരുപാട് വന്നു. ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും എല്ലാവരോടും ഞങ്ങൾ സ്പെഷ്യൽ അന്വേഷണമൊക്കെ പറയണം കേട്ടോ. അതായത് അകത്തളത്തിൽ നിന്ന് കാർട്ടൂൺ രചന, നേരെ വെളിയിലേക്ക് വന്നിട്ട് ഇംഗ്ലീഷ് പ്രസംഗം, രണ്ടിലും ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിരിക്കുകയാണ്. ഹൈസ്കൂൾ വിഭാഗം. ഇനിയിപ്പം സംസ്ഥാനത്തേക്കല്ലേ പോകേണ്ടത്. അവിടുന്നും അതുപോലെ തന്നെ ഒരു കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ളൊരു വിഷയം തരും. നന്നായിട്ട് മുന്നേ പോയിട്ടുണ്ടോ? സംസ്ഥാനത്തേക്ക് പോയിട്ടുണ്ടോ? ഈ വർഷം ശാസ്ത്രമേളക്ക് മലയാളം പ്രസംഗത്തിന് പോയിട്ടുണ്ട്. ശാസ്ത്രമേളക്ക് പോയിട്ടുണ്ടായിരുന്നു. മലയാളം പ്രസംഗത്തിന് പോയിട്ട് അല്ലേ? ശരി. അപ്പോൾ എല്ലാം ഉണ്ട്. ഇംഗ്ലീഷ് പ്രസംഗം ഉണ്ട്, മലയാള പ്രസംഗം ഉണ്ട്, കാർട്ടൂൺ രചന ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? വെരി ഗുഡ്. അപ്പോൾ വീട് എവിടെയാണ് മോൻ്റെ? കടന്നപ്പള്ളി തന്നെ. സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണോ വീട്? ഓക്കെ. വീട്ടിലാരൊക്കെയാ? വീട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ പുറത്താണ് അല്ലേ? അപ്പോൾ അച്ഛനെ വിളിച്ച് പറഞ്ഞോ ഇങ്ങനെ കിട്ടിയെന്നുള്ളത്? മെസ്സേജ് ഇട്ടോ? പറഞ്ഞു. ഹാപ്പി ആയാലോ അല്ലേ? എന്തെങ്കിലും സ്പെഷ്യൽ വരുന്ന സമയത്ത് എന്തെങ്കിലും വാങ്ങിച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞായിരുന്നു അച്ഛനോട്? ഒന്നും പറഞ്ഞിട്ടില്ല. സന്തോഷം. അപ്പോൾ എന്തായാലും ദേവദർശ്, ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ ഈ ഒരു സ്റ്റുഡിയോയിൽ എത്തിയിൽ ഒരുപാട് സന്തോഷമുണ്ട്. ടോപ്കോ സംസം ജ്വല്ലറി നൽകുന്ന ഞങ്ങളുടെ സ്നേഹ ഉപഹാരം. ഓക്കെ, താങ്ക് യു സോ മച്ച് ദേവദർശൻ. അപ്പോൾ ഇനിയും സംസ്ഥാനത്തൊക്കെ പോയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ.